8,50,000 രൂപ കൊടുക്കാൻ പറ്റും. ഹാഷ് ബാക്കിന് പ്രൈസ് 8.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. 14,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേരളത്തിൽ കിട്ടൂല, ഗ്യാരണ്ടിയാണ്. വെല്ലുവിളി പ്രൈസിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഇത്രയും ക്യാഷ് ബാക്കിൽ ചെറുവണ്ടികൾ വേറെ കിട്ടാൻ ഉണ്ടാവില്ല. ഓഫർ റേറ്റിന് 60,000 രൂപ ഈ ക്രിസ്റ്റമർ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളി. ഈ ഒരു റേറ്റിന് കേരളത്തിൽ നിന്ന് ക്രിസ്റ്റ കിട്ടൂല. കേരള വണ്ടി Z സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം, അതും ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള ഫാൻസി നമ്പറുള്ള വാഹനം. 1 രൂപന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന് പെൻഡിങ് ഇല്ല. കമ്പനി എന്നല്ലാതെ ഒരു നെറ്റ് പോലും സർവീസിന് പെൻഡിങ് ഇല്ലാത്തൊരു വാഹനം. ഫുൾ കമ്പനി സർവീസ്, അത്രയും ക്വാളിറ്റി പറയാവുന്ന വാഹനം. ഫുള്ള് ലോണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണില് ഡീസൽ വണ്ടി 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ബ്രസ, അതും കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, ZXi പ്ലസ് ടോട്ടൽ ലോസ് കാര്യങ്ങളുള്ള വണ്ടിയല്ല. ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് മാത്രം വന്നാൽ മതി. അതും 75,000 പിന്നെ ഫിറ്റിംഗ്സ് ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ റെക്കോർഡിക്കലി ക്യാമറ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ZXi അല്ല, ZDi പ്ലസ് ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഈ 2018 മോഡൽ, 19 ഡെലിവറി, 19 രജിസ്റ്റർ, ഡീസൽ ഓട്ടോമാറ്റിക്, 22 കിലോമീറ്റർ മൈലേജ്, ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. ഒറ്റ ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് 7,20,000 രൂപ, 7,20,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്യും. US ബ്രാൻഡ് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു ഷോറൂം ചെന്ന മാതിരി. സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പകുതിയിലും കുറഞ്ഞ കമ്പനി വാറണ്ടി, ഓൾ ഒറിജിനൽ, റീപെയിന്റിങ് പമ്പറിൽ പോലും റീപെയിന്റിങ് വരാത്തൊരു വാഹനം. അതും ഓൾ കമ്പനി സർവീസ്, കമ്പനി വാറണ്ടി, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, സിംഗിൾ ഓണർഷിപ്പ്. വീണ്ടും നമ്മൾ RBയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നല്ല അടിപൊളി കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ കഴിഞ്ഞു പോയി. അതാണ്. അപ്പൊ അതിൽ നമ്മൾ അത്യാവശ്യം മൈലേജ് എഡിഷനുകളായിരുന്നു. ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്, ഡീസൽ വണ്ടികളുണ്ട്, വിലയിലൊക്കെ നമുക്ക് ഫുൾ ഓൺ തന്നെ അല്ലേ? ഒക്കെ ഫുൾ ഓണില്. ഇത് 70 വണ്ടിയിലുള്ളത് 50ന്റെ കൂടുതൽ വണ്ടികൾ ഫുൾ ഓൺ. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള മാത്രം വാഹനങ്ങൾ. ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഓണിൽ എടുത്തിട്ട് നമുക്ക് ഫുൾ ഓണിലാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി, ഡീസൽ സ്വിഫ്റ്റ്, ഡീസൽ ബലേനോ, മോഡലൊക്കെ സൺറൂഫ് ഉള്ള വണ്ടി. 3-4 ലക്ഷം രൂപ, 4-5 ലക്ഷം രൂപന്റെ വ്യത്യാസത്തിലൊക്കെ പുത്തൻ വണ്ടികൾ, 30,000 കിലോമീറ്റർ ഓടി വണ്ടികൾ, സീറോ ക്ലെയിം ഉള്ള വാഹനങ്ങളെ കൊടുക്കുന്നുണ്ടോ. 16,000 കിലോമീറ്റർ ടിയാഗോ, 20,000 കിലോമീറ്റർ, ഫുള്ള് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഡോക്യുമെന്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇനി വേണമെങ്കിൽ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെഡാനിലെ നല്ലൊരു കളക്ഷൻസ്, ഇഷ്ടം പോലെ വാഹനങ്ങൾ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന 4th ജനറേഷനിൽ വരുന്ന സിറ്റി. അത് നമുക്ക് ഡീസൽ ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. ZX കേരള വണ്ടി അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം. അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അതൊക്കെ കാണാത്തവർക്കായിട്ട് RBക്ക് ഒന്ന് ഫസ്റ്റ് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം? നമ്മൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന ലൊക്കേഷനിലാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ മാറി റിലയൻസിൻ്റെ ട്രെൻഡ്സ് ഉണ്ട്. തൊട്ട് ചാരിയുള്ള പോക്കറ്റ് റോഡ് പോന്നു കഴിഞ്ഞാൽ കറക്റ്റ് 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പും വീടൊക്കെ ഒരുമിച്ചാണ്. എല്ലാവരും അറിയാത്ത ഗൂഗിൾ മാപ്പ് അറിയാത്ത ആൾ ഗൂഗിൾ മാപ്പിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും. അറിയാത്ത ആളുകൾക്കാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു 10-70 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഒരു 50 വണ്ടികളുടെ മുകളിൽ ഫുൾ ഓണുള്ള വണ്ടികൾ, ഒരു 15 വണ്ടി 20 വണ്ടിൻ്റെ അടുത്ത് ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങളുണ്ട്. മാക്സിമം ക്യാഷ് ബാക്ക് 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന 4 ലക്ഷം രൂപ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു ബിസിനസ് കൂടി തുടങ്ങാൻ പറ്റുന്ന വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികൾ, എല്ലാ വാഹനങ്ങളും നമുക്ക് മാക്സിമം വാഹനങ്ങളും ഫുള്ള് ലോണിൽ മാക്സിമം കൊടുക്കാൻ പറ്റി റേറ്റ് മാക്സിമം കുറച്ചിട്ടുണ്ട്. എല്ലാ വാഹനത്തിനും ഒരു 30,000, 20,000, 50,000, 60,000 വരെ റേറ്റ് കുറച്ചിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കിടക്കാച്ചി വാഹനത്തിൽ തുടങ്ങാം. അപ്പൊ നമ്മൾ അതിന്റെ അമ്പലത്തിൽ മുതൽക്കാണ് പോവാ. കണ്ടില്ല ഞങ്ങള് ജാഗോർ 2000 ഒറിജിനൽ കേരള വാഹനം, കമ്പനി വാറണ്ടി, ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, 18 മാനുഫാക്ചർ, 19 ഡെലിവറി, 19 രജിസ്റ്റർ. അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനം, പ്രീമിയം ലെവല്, പക്ക പ്രീമിയം എന്ന് പറഞ്ഞാൽ കോക്പിറ്റ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിമാനത്തിന്റെ നമ്മൾ കോക്പിറ്റിലേക്ക് കയറി അതേ സ്റ്റൈലിലാണ് ഇതിന്റെ ഒക്കെ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. റിയാസ് ഭായ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വണ്ടി നമ്മളിപ്പോ 2018-19 മാനുഫാക്ചർ വരുന്ന ഈ ഒരു വാഹനം സൺറൂഫ് വരുന്ന വാഹനമാണ്. കമ്പനി വാറണ്ടി ഉണ്ട്, സീറോ ക്ലെയിം. ഇതുവരെയും പുറത്തുനിന്നോ ഷോറൂമിൽ നിന്നോ ഒരു ക്ലെയിം പോലും എടുത്തിട്ടില്ല. റീപെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓൾ ഒറിജിനൽ റീപെയിന്റിങ് പോലും അത്രയും ചെക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. കമ്പനി വാറണ്ടി ഉണ്ട്, എക്സ്ട്രാ വാറണ്ടി ചെയ്തിട്ടുണ്ട്. അത് 25,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടിയിൽ ഓടിക്കാൻ പറ്റും. അതിനി നമുക്ക് കൂട്ടിയെടുക്കാൻ ചെയ്യും.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുക്കി എടുക്കുകയും ചെയ്യുക. 2000 XC എന്നുള്ള പ്രീമിയം എന്നുള്ള വേരിയൻ്റ് ആണ് വരുന്നത്. 18, 19 ജാഗോർ നിങ്ങൾ തപ്പി ഇറക്കുമ്പോൾ എല്ലാവർക്കും അറിയാം 60 ലക്ഷത്തിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനമാണ്. അന്ന് ടാക്സും ബാക്കിയുള്ള അതിന്റെ പുറമെ വരും. ഇത് നമുക്ക് ഇന്ന് 29 ലക്ഷം രൂപ നമ്മൾ വില ഇട്ടിട്ടുണ്ട്. പകുതി വിലക്ക് കുറഞ്ഞ റേറ്റിന് 29 ലക്ഷം രൂപ നമ്മൾ വില ഇട്ടിരുന്നത് 28.4 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് വീണ്ടും നമ്മൾ 1,50,000 രൂപന്റെ അടുത്ത് വ്യത്യാസം വീണ്ടും ഡിസ്കൗണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് 60 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് ആണ് അല്ലേ? അപ്പൊ അതിക്ക് നമുക്ക് ടാക്സ് ഇൻഷുറൻസ് വരും, നല്ലൊരു എമൗണ്ട് വരും. അപ്പൊ പകുതിയിലും കുറഞ്ഞ റേറ്റിൽ വാറണ്ടി, ഓൾ ഒറിജിനൽ റീപെയിന്റിങ്, പമ്പറിൽ പോലും റീപെയിന്റിങ് വരാത്തൊരു വാഹനം, അതും ഓൾ കമ്പനി സർവീസ്, കമ്പനി വാറണ്ടി, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, സിംഗിൾ ഓണർഷിപ്പ്, 32 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ബാങ്കിങ്ങും ഇൻകം പ്രൂഫും എല്ലാ ഭാഗം ഉണ്ടെങ്കിലും 32 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒന്നായിട്ട് ലോൺ എടുക്കാനല്ല പറയുന്നത്, അത്രയും വാല്യൂ ഉള്ള വാഹനമാണ്. ടോട്ടൽ ലോസ് ഉണ്ടാകുമ്പോഴാണ് ക്യാഷ് ബാക്ക് കിട്ടുക പറയുന്ന ആളുകളോട് പറയാണ്, വണ്ടിയുടെ വാല്യൂ നോക്കിയിട്ടാണ് ക്യാഷ് ബാക്ക് കൊടുക്കുന്നത്. വണ്ടിയുടെ ക്വാളിറ്റിയും വാല്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ക്യാഷ് ബാക്ക് നോക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ലോൺ വരുന്നത് വണ്ടിന്റെ ക്വാളിറ്റി എന്തായാലും ചെക്ക് ചെയ്യാതെ ഒരിക്കലും കൊടുക്കൂല. കാരണം പെയിന്റ് ക്വാളിറ്റി വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് റീപെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. അത്രയും ക്വാളിറ്റി 28,25,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും ഓഫർ റേറ്റിന്. കേരളത്തില് എവിടെയും കിട്ടാത്ത പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് സാധാരണക്കാരന്റെ വണ്ടി ഇല്ലാന്ന് നിങ്ങൾ കരുതണ്ട, നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പകുതിയിലും കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ടാണ് പ്രീമിയം വണ്ടി തുടങ്ങി. അത് നമുക്ക് 4 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വന്നാണ്. അടുത്ത തവണ നമുക്കൊരു കിടുക്കാച്ചി പെർഫോമൻസ് നോക്കുന്ന ഒരു വണ്ടി വെർണ 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ നമുക്ക് എലൻട്ര കൊടുക്കാൻ പറ്റും. എലൻട്ര അല്ല 1 ലക്ഷം വരെ ക്യാഷ് ബാക്കിൽ കൊടുക്കാം. പക്ക പ്രീമിയം വണ്ടി ഉണ്ടായില്ല. സെഡാനിലെ ഒരു പ്രീമിയം വണ്ടി 8 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ വില ഇട്ടതാണ് 8 ലക്ഷം രൂപ കൊടുക്കാം. 17 രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിയ വാഹനം. അതുപോലെ തന്നെ വെൻഡോ നമ്മളടുത്ത് ഉള്ളത്, അതും കംഫർട്ട് ലൈൻ ആട്ടോ. 2017 ലാസ്റ്റ് കംഫർട്ട് ലൈൻ വരുന്ന വെൻഡോ നമുക്ക് ഇന്ന് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. വെൻഡോ നല്ല പെർഫോമൻസ്, മൈലേജ്, ബോഡി വെയിറ്റ് 7.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 7.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. ഡീസൽ വണ്ടി, ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. മേജർ ആയിട്ടുള്ള റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി 3,10,000 രൂപക്ക് ഇറ്റിയോസ് കൊടുക്കാം. 3,10 നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 3,25 റേറ്റ് ഇട്ടേക്കുന്നതാണ്. 15,000 കുറച്ചിട്ട് 3,10 കൊടുക്കാൻ പറ്റും കേട്ടോ. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി ഏകദേശം നമുക്ക് ഒരു 18-20 എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. അതെ. അത് നമുക്ക് ഇത് ഒറിജിനൽ കേരള അതോ റീവണ്ടി? നമ്പർ ആയതാണ്. നിലവിൽ ഇപ്പൊ 3,000 രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. 3 ലക്ഷം സീറ്റുകാരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം പെൻഡിങ് ഇല്ല, ഒന്നുമില്ല. ഓയിൽ സർവീസ് വരെ ചെയ്തിട്ടേക്കുന്ന വാഹനമാണ്. നേരെ നമുക്ക് ഡീസൽ അടിച്ച് ഓടിയാൽ മതി. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. 3 ലക്ഷം രൂപ ID ഉണ്ട്. 2.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. 3,10 ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് ആണ്. 35 രൂപ നല്ല ട്രാക്കുള്ള വണ്ടി ഇറക്കാൻ പറ്റും. കേരള അൾട്ടിസ് കേരള വണ്ടി ഫുൾ ഓപ്ഷൻ GL ആണ് കേട്ടോ. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി ആഫ്റ്റർ മാർക്കറ്റ് അലവിലും ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. 20ന്റെ അടുത്ത് മൈലേജും കിട്ടുന്ന സെഡാൻ ടൈപ്പ് ഒറിജിനൽ കേരള 11 മോഡൽ അൾട്ടിസ് നമുക്ക് 4,70,75,000 ചോദിച്ചിരുന്നാണ് 4,45,000 രൂപ കൊടുക്കാം. 4,45 2011 GL അൾട്ടിസ് കൊടുക്കാം. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ഫുൾ ലോഡ്. പിന്നെ ഒരുപാട് നമ്മളത്തെ കളക്ഷന് സെഡാൻ ടൈപ്പ് ഫസ്റ്റ് പാർട്ടിൽ കഴിഞ്ഞാണ് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ. അതേപോലെ തന്നെ i20 ഡീസൽ, ന്യൂ മോഡൽ സൺറൂഫ് വരുന്ന വണ്ടി, അതേപോലെ ഡീസൽ സ്വിഫ്റ്റ് വരുന്നുണ്ട്, പെട്രോൾ സ്വിഫ്റ്റ് വരുന്നുണ്ട്, ബലാനോ ഡീസൽ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയുള്ള സീറ്റ വരുന്ന പെട്രോൾ വണ്ടി ഉണ്ട്. ഇലക്ട്രിക്കും അതേപോലെ സെമി ഹൈബ്രിഡിൽ വരുന്നുണ്ട്. ഫുൾ ലോഡ് സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വാഗനർ, ഓട്ടോമാറ്റിക് കിഡ്. വീണ്ടും നമുക്ക് ഇതാണ് ബലേന വരുന്നത്. അടുത്ത തവണ നമ്മളൊക്കെ ഇഷ്ട വാഹനമാണ് ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടുകാച്ചി സെൽറ്റോസ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 വാഹനം, 14,000 കിലോമീറ്റർ. 2021 വെറും 14,000 കിലോമീറ്റർ. സർവീസും കാര്യങ്ങളൊന്നും ചെയ്യാതെ വെക്കേണ്ട ആവശ്യമില്ല. അത്രയും അതായത് മാനുവലില് ഫുൾ ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ GT ലൈൻ എന്ന് പറയും, അത് ഓട്ടോമാറ്റിക്കൽ വരുന്ന വാഹനമാണ്. ഇത് മാനുവലില് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ഫുൾ ബ്ലാക്ക് വണ്ടി, ഫുൾ ബ്ലാക്ക് വാഹനം.
14,000 കിലോമീറ്റർ 21 വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ്, 0 ക്ലെയിം. ഈ വാഹനത്തിലൊക്കെ നമ്മൾ കറക്റ്റ് പറയുന്നത് പമ്പറിന്റെ തുമ്പത്ത് വരെ പെയിന്റിങ് കയറിയിട്ടില്ല, റീപെയിന്റിങ് ചെയ്യാത്ത വാഹനം. അത്രയും ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി. അതെ, നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഒറിജിനൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഓൾ ടയർ 14,000 കിലോമീറ്റർ ഒന്നും പറയേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പിനെ ഒന്നും എടുത്തിട്ടില്ല. ഒരു ക്ലെയിമും റീപെയിന്റിങ്ങും കയറാത്ത ഈ വാഹനത്തിന് നമുക്ക് 12 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപ ആസ്കിങ് ഉള്ള വാഹനമാണിത്. 12 ലക്ഷം രൂപ ഓഫർ റേറ്റിന് 14,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേരളത്തിൽ കിട്ടൂല, ഗ്യാരണ്ടിയാണ്. വെല്ലുവിളി പ്രൈസിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. IT വേണം 10ന്റെ മുകളിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 10 ലക്ഷം വരെ ലോൺ ചെയ്യാം. വീണ്ടും ഫുൾ ബ്ലാക്കിൽ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ. അതെ, എന്താ വെച്ചാല് ക്രെറ്റയില് ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ആണ് ഫസ്റ്റ് ജനറേഷൻ തന്നെ. അതും ഫുൾ ബ്ലാക്കിൽ നല്ല അടിപൊളി ഫാൻസി നമ്പർ ഒക്കെ വരുന്ന അടിപൊളി വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇതും സിംഗിൾ ഓണർഷിപ്പ്, അത് ഡീസൽ ആണ്, XX വരുന്ന 1.6 വരുന്ന വാഹനം കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്. 1.4 നമ്മളെടുത്തിട്ടുണ്ട്, 1.6 നമ്മളെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി 4 നോക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മളെടുത്തിട്ടുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. അതെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്, ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. ഒറ്റ ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് 7,20,000 രൂപ. 7,20,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്യാം. ക്യാഷ് ബാക്ക് വേണമെങ്കിൽ ക്യാഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ക്യാഷ് ബാക്ക് അധികം കിട്ടൂല, ഒരു 19,000 രൂപക്ക് ക്യാഷ് ബാക്ക്. 2-3 അടവിന്റെ പൈസ വേണമെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കും. അടുത്ത തവണ നമുക്ക് നിസാന്റെ ടെറാനോ ലോ കിലോമീറ്റർ 17 ലാസ്റ്റ് മോഡൽ വരുന്ന ടെറാനോ 85 ഫുൾ ഓപ്ഷൻ വരുന്ന അപ്പൊ നല്ല മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. 2017 ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന 85 സിംഗിൾ ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം ഫ്രണ്ട് ടയർ 90% ഉണ്ട്, ബാക്ക് ടയർ ഒരു 80%-70% ഉള്ളത്. അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് കറക്റ്റ് റേറ്റ് 7,25,000 രൂപ. 7,25,000 രൂപ. നമുക്ക് മുമ്പ് കാറ്റലോഗിലൊക്കെ 7,25,000 ആയിരിക്കും. 7 ലക്ഷം രൂപ കൊടുക്കാം ഫൈനല്. 7 ലക്ഷം രൂപ ഫൈനൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 8 ലക്ഷം വരെ ലോണും ചെയ്തു. 1 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ കൊണ്ടുപോകാം. അതും പൊളി വണ്ടി, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഇനി അടുത്ത ബ്രസ. അതും ഒരു 75,000 രൂപന്റെ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. 75,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ZXi പ്ലസ് വരുന്ന 2020 നവംബർ വരുന്ന വാഹനം. 2020 11 മാസം 18 തീയതിയാണ് എക്സാക്ട്ലി വണ്ടിയുടെ മോഡല്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, ബാക്ക് ക്യാം ഫ്രണ്ട് ക്യാം കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം കേട്ടോ. ഫ്രണ്ടും ബാക്കൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ. അതെ, വണ്ടി നല്ല ക്വാളിറ്റി പ്ലസ് ആയതുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. പിന്നെ 4 ടയറും ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 8.5 ലക്ഷം രൂപ വില ഇട്ടേക്കുന്നതാണ്. 8,25,000 രൂപ കൊടുക്കാം. 8.25 ലക്ഷം രൂപ വില ഇട്ടിട്ടുള്ള വാഹനമാണ്. വണ്ടിയുടെ റേറ്റ് 9.5 ലക്ഷം വരെ ലോണും ചെയ്യാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ബ്രസ. അതും കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, ZXi പ്ലസ്, ടോട്ടൽ ലോസ് കാര്യങ്ങളുള്ള വണ്ടിയല്ല. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് മാത്രം വന്നാൽ മതി. അതും 75,000 പിന്നെ ഫിറ്റിംഗ്സ് ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, ഫ്രണ്ട് ക്യാം ബാക്ക് ക്യാം ഒക്കെ റെക്കോർഡിക്കലി ക്യാമറ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അടുത്ത തവണ ഇനിയിപ്പോ നിങ്ങൾ വലിയ വണ്ടി മാത്രമുള്ളൂ എന്ന് സംശയം തോന്നും. ഇല്ല, നമ്മളടുത്ത് ചെറുവണ്ടികളുണ്ട്. ഫസ്റ്റ് ചെറുവണ്ടി നമ്മൾ കാണിക്കുന്ന ഈ പാർട്ടിൽ ഫസ്റ്റ് ചെറുവണ്ടിയാണ്. 2020 രജിസ്റ്റർ വരുന്ന 19,000 കിലോമീറ്റർ ഓടിയോ. പക്കാ ലോ കിലോമീറ്റർ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ആട്ടത്. അതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ZXi വരുന്ന വേരിയന്റ് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ. 19,000 കിലോമീറ്റർ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും പറയണ്ട. 18,000 സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളത്. 2020 മാനുഫാക്ചർ ഇല്ല, 20 ഡെലിവറി, 20 രജിസ്റ്റർ ആണ്, 19 മാനുഫാക്ചർ. ZXi വരുന്ന എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, റൂഫ് റെയിൽ, സ്പെഷ്യൽ എഡിഷൻ വരുന്ന വാഹനം. 50,000 രൂപ ക്യാഷ് ബാക്കിൽ കൊടുക്കുക. 50,000 രൂപ ക്യാഷ് ബാക്കിൽ സെലേറിയോ. അതും 19,000 കിലോമീറ്റർ. അപ്പൊ ഈ ആളുകൾ ചെറു വണ്ടി ആണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ്, എല്ലാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. 4 ഡോർ വിൻഡോ, സർവീസ് ബുക്ക്, സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം കമ്പനി വരുന്ന വാഹനം. സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്.
4,75,000 രൂപ വില ഇട്ടേക്കുന്ന വാഹനമാണ്. 4.5 ലക്ഷം രൂപക്ക് ഫൈനൽ 25,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട്, 50,000 രൂപ വരെ ക്യാഷ് ബാക്കും കൊടുക്കാം. 5 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന 5 ലക്ഷം വരെ ലോണും ചെയ്യാം. 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇത്രയും ക്യാഷ് ബാക്കിൽ ചെറുവണ്ടികൾ വേറെ കിട്ടാൻ ഉണ്ടാവില്ല. യുഎസ് ബ്രാൻഡ് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു ഷോറൂമിൽ ചെന്ന മാതിരി സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ക്രെറ്റ ആണെങ്കിൽ അതേമാതിരി തന്നെ വൈറ്റ് ഉണ്ട്, ടാക്സി ഉണ്ട്, ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്തോളി. അപ്പൊ ഫസ്റ്റ് തന്നെ സിൽവർ തലക്കുന്നാണ് തുടങ്ങാം. ഇത് KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയായിരുന്നു? ഇത് നമ്മള് 2017 ലാസ്റ്റ് ആ നമ്പർ നമുക്ക് കാണിച്ചു കൊടുത്താ നിങ്ങള് 17 ലാസ്റ്റ് 7888. ഇത് നമ്മൾ 50,000 രൂപ ഓഫറിൽ 50,000 ഡിസ്കൗണ്ട് ഓഫറിൽ 11.5 ലക്ഷം രൂപ വില ഇട്ടേക്കുന്ന വാഹനമാണ്. ഫുള്ള് കമ്പനി സർവീസ്, 1,09,000 കിലോമീറ്റർ 1.10 താഴെ ഓടിയിട്ടുള്ളൂ. A to Z കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനങ്ങളാണ് മൊത്തം. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനം 11.5 ലക്ഷം വില ഇട്ടേക്കുന്ന വാഹനം 11 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് 50,000 രൂപ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റും. അതും ഫുള്ള് കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഒക്കെ വരുന്ന വാഹനം കേട്ടോ. കമ്പനി ഹിസ്റ്ററി ഉള്ള മാത്രം വാഹനങ്ങളാണ് ഈ ജീപ്പ് കോമ്പസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. അടുത്ത ഡുവൽ ടൂണിൽ വൈറ്റ് ലിമിറ്റഡ് പ്ലസ് ഡുവൽ ടൂൺ 1155 നല്ല പൊളി നമ്പർ കാര്യങ്ങള്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 ലാസ്റ്റ് ലിമിറ്റഡ് പ്ലസ് ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനം. നമുക്ക് ഈ വാഹനം നമുക്ക് സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡുവൽ ടൂൺ അടക്കം കമ്പനി വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം ഇത് നമുക്ക് 25,000 രൂപ ഓഫറിൽ കൊടുക്കാൻ പറ്റും. 25,000 രൂപ 12 to 12.5 ഈ വണ്ടിയുടെ റേറ്റ് ഇട്ടിരുന്നത്. 11,75,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള, ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മാത്രം വന്നിട്ടുള്ള വാഹനം. ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ബില്ലടക്കം വണ്ടിയിലുണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം 11.75 കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. വീണ്ടും റെഡ് ഇതിന് നമുക്ക് 25,000 രൂപ ഓഫർ ഉണ്ട്. 2017 മോഡല് ലിമിറ്റഡ് വരുന്ന വാഹനമാണ്. അതും ഫുൾ കമ്പനി സർവീസ്, പുത്തൻ ഇൻഷുറൻസ്, 12 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് ഉള്ള വാഹനം നമുക്ക് 11.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 11.5 ലക്ഷം രൂപ 11.5 ലക്ഷം രൂപ കൊടുക്കാം. 2017 മോഡൽ കേട്ടോ. 17 ലാസ്റ്റ് മോഡല്. അപ്പൊ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. എല്ലാത്തിലും നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിനൊക്കെ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികളാണ്. ബാങ്കിങ്ങും ഉള്ള ആളുകളാണെങ്കിൽ ക്യാഷ് ബാക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത തവണ നമുക്ക് നേരത്തെ നമ്മൾ WRV പരിചയപ്പെട്ടിരുന്നു. ഇതവണ കളർ ചേഞ്ച് ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 സൺറൂഫ് ഇല്ലാത്ത വാഹനം 6.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. 2017 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. 2017 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഡീസൽ WRV SMT ആണ് വേരിയന്റ് വരുന്നത്. സൺറൂഫ് വരുന്നില്ല. കമ്പനി എല്ലാ സർവീസും കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ. അടുത്ത ക്രെറ്റയുടെ സെക്കൻഡ് ജനറേഷൻ അത് നമുക്ക് ടാക്സിയിലുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എയർപോർട്ട് ടാക്സി ആയിട്ട് ഉപയോഗിച്ചിരുന്ന അവിടെ 5 കൊല്ലാണ് പെർമിറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം കാലിക്കറ്റ് എയർപോർട്ടില് 30 ലക്ഷം രൂപയാണ് പെർമിറ്റിന് ആവശ്യമായിട്ട് വരുന്നത്. അത്രയും ഇത് വരുന്ന പക്ക പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള വാഹനം. അത് നിങ്ങൾ വണ്ടിയിൽ 1 രൂപന്റെ സർവീസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റി. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു റെയിൻ ഗാർഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് അത്രയും നിരച്ചതായതുകൊണ്ടാണ്. ബാക്കിയെല്ലാം പക്കയാണ്. പക്ക കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി. 2020 വണ്ടി ഡീസൽ വണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇല്ലെങ്കിൽ വണ്ടി നിങ്ങൾ എടുക്കേണ്ട. അത്രയും ഗ്യാരണ്ടി പറയുന്നു. അതും കമ്പനിയിൽ നിന്നല്ലാതെ ഒരു നെട്ട് പോലും സർവീസ് ചെയ്തില്ല. ഹിസ്റ്ററിക്ക് പക്ക സർവീസ് ഉള്ള വാഹനം. ഇത് നമുക്ക് 18 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, പുത്തൻ ഇൻഷുറൻസ്, B2B ഇൻഷുറൻസ്, കമ്പനി ഇൻഷുറൻസ്, 50% NCB ഉള്ള വാഹനമാണ്. 6,90,000 രൂപ കൊടുക്കും. 690. 18 ക്രെറ്റ ഡീസൽ 1.4 എല്ലാ ഓപ്ഷനും വരും. അലോയ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം 6,90,000 രൂപ.
ഒരു ക്ലെയിമും ഇല്ലാന്ന് മാത്രമല്ല പമ്പറിന്റെ ഭാഗമല്ലാതെ റീപെയിന്റിങ് കയറിയിട്ടില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് വണ്ടി, ഫുൾ ബ്ലാക്ക് ഓട്ടോമാറ്റിക്കലി ഡീസൽ ഓട്ടോമാറ്റിക് 17 മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ 2017 സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനം കേട്ടോ. ഈ എല്ലാ ക്രെറ്റയും നമ്മുടെ കയ്യിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഈ ടാക്സി ആണെങ്കിലും സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ഉള്ള വാഹനം. 4 പുത്തൻകാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് 1.6 XX ഓപ്ഷന് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം. ഇത് നമുക്ക് 9.5 ലക്ഷം വില ടേക്കുന്ന വാഹനമാണ്. 9 ലക്ഷം രൂപക്ക് ഫൈനൽ ആയിട്ട് 50,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. 10.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യും. 10 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ഉണ്ടാകാൻ പറ്റുന്ന അതെ ഡീസൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് 17 സിംഗിൾ ഓൺഷിപ്പ്. ഇനി 18 ന്യൂ മോഡലിൽ സൺറൂഫ് ഉള്ള സിംഗിൾ ഓൺഷിപ്പ് അതും ഉണ്ട്. പെട്രോൾ ആണ്. അതും 2018 മോഡല് 90,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം. ഇത് നമുക്ക് ഇന്ന് ഓഫർ 10.5 ലക്ഷം രൂപ വില ഇട്ടേക്കുന്ന വാഹനം. 10.5 ലക്ഷം രൂപ വേണ്ടി വില ഇട്ടിട്ടുള്ള വാഹനം 10 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ. 50,000 സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ക്രെറ്റ. അതും സിംഗിൾ ഓൺഷിപ്പ്. പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന്റെ മുകളിൽ ഇനി ലോൺ എടുക്കണമെങ്കിൽ IT വേണം. അപ്പൊ 10 ലക്ഷം വരെ നമുക്ക് ഓഫർ റേറ്റ് ഇട്ടേക്ക് കൊടുക്കും. നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓണും ചെയ്ത്. അടുത്ത വീണ്ടും നമുക്കൊരു ക്രിസ്റ്റ വരുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റ Z മാനുവൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന. ഇപ്പോഴും കമ്പനിയിൽ നിന്ന് B2B ഇൻഷുറൻസ് എടുക്കുന്ന വാഹനം. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് 12,000 13,000 രൂപ എടുത്ത ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഇപ്പോഴും 45,000 രൂപന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് B2B ഇൻഷുറൻസ് എടുക്കുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി 10 എയർ ബാഗ് വരുന്ന Z വാഹനം കേരളത്തിൽ ഇന്ന് 17,90,000 രൂപ കൊടുക്കുക. 18.5 ലക്ഷം വില ഇട്ടേക്കുന്ന വാഹനം ഓഫർ റേറ്റിന് 60,000 രൂപ ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളി. ഈ ഒരു റേറ്റിന് കേരളത്തിൽ നിന്ന് ക്രിസ്റ്റ കിട്ടൂല. കേരള വണ്ടി Z സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. അതും ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള ഫാൻസി നമ്പറുള്ള വാഹനം. 1 രൂപന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന് പെൻഡിങ് ഇല്ല. കമ്പനി എന്നല്ലാതെ ഒരു നെറ്റ് പോലും സർവീസിന് പെൻഡിങ് ഇല്ലാത്തൊരു വാഹനം. ഫുൾ കമ്പനി സർവീസ്. നമുക്ക് ക്വാളിറ്റി പറയാവുന്ന വാഹനം. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ്. നമുക്ക് 7 സീറ്റർ തന്നെ വേണം നിർബന്ധമുള്ളവർക്ക്. ഒരു കിഡ്ലം വണ്ടി. ലോ കിലോമീറ്റർ മറാസോ നപ്പി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതും 8 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. 0 ക്ലെയിം ഇപ്പോഴും ഉള്ള വാഹനം കേട്ടോ. 0 ക്ലെയിം ഉള്ള വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ പുത്തൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2018 ലാസ്റ്റ് വരുന്ന വാഹനം. 2018 ലാസ്റ്റ് M8 70,000 കിലോമീറ്റർ ഓടിയ തപ്പി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ 9.5 ലക്ഷം വില ഇട്ടേക്കുന്ന വാഹനമാണ്. 9,25,000 രൂപക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 25,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അടുത്ത് നമ്മള് സേഫ്റ്റി പെർഫോമൻസ് നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വണ്ടി. അത് നമുക്ക് മിലിറ്ററി ഗ്രീനിൽ വരുന്ന ടാറ്റ നെക്സോൺ. ഇതെങ്ങനെയായിരുന്നു ഡീസൽ നെക്സോൺ ന്യൂ മോഡൽ. അപ്പൊ 18-20 മൈലേജ് 22 കിലോമീറ്റർ മൈലേജ് 22 മൈലേജ് കിട്ടും. 2020 ലാസ്റ്റ് നവംബർ വരുന്ന വാഹനം. 20 നവംബറിലാണ് ന്യൂ ഷേപ്പ് വരുന്ന വാഹനം. ഇന്റീരിയർ ഒക്കെ പക്കാ ക്വാളിറ്റി. ഫുള്ള് കമ്പനി സർവീസ്. ഈ എടുക്കുന്ന കസ്റ്റമർക്ക് സർവീസ് ആയിട്ട് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിയിൽ നിന്ന് ചെയ്യുന്ന വാഹനം. 2020 11 മാസം 13 രജിസ്റ്റർ വരുന്ന ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. വേറെ ക്ലെയിമോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. റീപ്ലേസ് ഇല്ല. ഇത് നമുക്ക് 7,25,000 രൂപയാണ് വണ്ടിയുടെ റേറ്റ്. 7,25,000 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഇതാണ് നേരെ എന്റെ കുഞ്ഞിന് പഞ്ച് എങ്ങനെയായിരുന്നു. 20,000 കിലോമീറ്റർ ഓടിയ 21 ഡിസംബർ വാഹനം. 20,000 കിലോമീറ്റർ 21 ഡിസംബർ വാഹനം. ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ 7.25 സംതിങ് വില വന്നിട്ടുള്ള വാഹനമാണ്. ഇന്ന് നമുക്ക് 2 കൊല്ലം ജസ്റ്റ് പഴക്കമുള്ള വാഹനം. മറ്റേ എക്സ്ട്രാ ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ യാത്രാ കംഫർട്ട്
പറഞ്ഞറിയിക്കണം. അത്രയും ക്വാളിറ്റി പെർഫോമൻസ് നമുക്ക് പഞ്ച് അത്യാവശ്യം നല്ല ഇറങ്ങുന്നുണ്ട് നിലവിൽ ഇറങ്ങുന്നുള്ള ഒരു മോഡൽ കൂടിയാണ്. ലോ കിലോമീറ്റർ 20,000 കിലോമീറ്ററുടെ പഞ്ച് തപ്പി ഇറക്കുന്നതിന് 5.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 5.25 ലക്ഷം 5.25 ലക്ഷം രൂപ 21 ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോസ്, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 0 ക്ലെയിം, ഫുൾ കമ്പനി ഹിസ്റ്ററി, എല്ലാ സർവീസുള്ള വാഹനം നമുക്ക് വെറും 5.25 ലക്ഷം രൂപ ഫുള്ള് ലോൺ ചെയ്യാം. മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ബഡ്ജറ്റ് വണ്ടി റിഡ്സ് അന്ന് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരു കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഫുള്ള് ലോണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണില് ഡീസൽ വണ്ടി 2011 മോഡല് റിഡ്സ് നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. 2.30. അത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. VDA ആണ് ഓപ്ഷന്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടാമ്പി രജിസ്ട്രേഷൻ 8, 9, 10 അങ്ങനെ ഒരു സീരീസ് കൂടി ഇതിലുണ്ട്. അടിപൊളി നമ്പറുമാണ്. 2011 ലാസ്റ്റ് വണ്ടി ഫുൾ ലോൺ. ഇത് നമുക്ക് സെഡാനില് ഡീസൽ വണ്ടി 2.99 കൊടുക്കാം. നമുക്ക് 2.95 കൊടുക്കാം. 2.95 മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 2012 ലാസ്റ്റ് മോഡൽ VDA വരുന്ന വാഹനം 2.95 കൊടുക്കുക. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വാഹനം കേട്ടോ. ഡീസൽ വാഹനം 18-20 മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ, അത്യാവശ്യം ഫാൻസി നമ്പർ ഉണ്ട്. KL 55 ഫാൻസി നമ്പർ. 2 ലക്ഷം രൂപ വില ഇട്ടേക്കുന്ന ഈ ഒരു റിഡ്സ് 1.90 കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട് 1.90 കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1.90. നമുക്ക് ഒരു ഓൾട്ടോക്ക് കൊടുക്കണം. ഇപ്പൊ 1.5. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. VDA വരുന്ന ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഒരു റീപ്ലേസ് വണ്ടിയിലില്ല. പുതിയ പേപ്പർ, 5 കൊല്ലത്തെ പുതിയ പേപ്പർ അടക്കം എടുത്തിട്ടാണ് ഈ റേറ്റ് വരുന്നത്. സീറ്റ് കവർ ഉണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. പുതിയ ബാറ്ററി ഉണ്ട് വരുന്നത്. ക്യാമറ അടക്കം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ. റീപ്ലേസ് ഉണ്ടെങ്കിൽ ഒരു പറയുന്ന വിലക്ക് നമ്മൾ കൊടുക്കും. അത്രയും ഗ്യാരണ്ടി കൊടുക്കുക. അടുത്തൊരു ടാക്സിയില് സെലറിയോ വേണം. പ്രൈവറ്റ് ആണ് ഇത് വരുന്നത്. ടാക്സിയിലോട്ട് മാറ്റിയതാണ് ഇപ്പൊ അടുത്ത്. അപ്പൊ അവർക്ക് CNG ഉള്ള വാഹനമാണ്. CNG അപ്പൊ മൈലേജ് പൊളിയായിരിക്കും അല്ലെ? പൊളി മൈലേജ് ആണ്. അത് 2014 മോഡൽ ZXi ആണ്. എയർ ബാഗ്, സ്റ്റാൻഡിംഗ് മൗണ്ട് കൺട്രോള്, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനം. റിവേഴ്സ്, റിയർ വൈപ്പർ വരുന്നുണ്ട്. ZXi ആണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. CNG ഉള്ള പുതിയ CNG ആയിട്ടാണെങ്കിൽ 10,60,000 കൊടുക്കണം. ഇത് നമ്മൾ V6 ചെയ്താട്ടോ. കാലിക്കറ്റ് V6 എന്നൊക്കെ ചെയ്ത വാഹനമാണ്. ഇത് എറണാകുളത്ത് ചെയ്തിട്ടുണ്ട്. ഊബറിലും ഓലയിലൊക്കെ അറ്റാച്ച്ഡ് ഉള്ള വാഹനമാണ്. അപ്പൊ ഇതിന്റെ ഓണർ ഗൾഫിലേക്ക് പോയപ്പോ 3,25,000 രൂപയാണ് പറഞ്ഞിരുന്നത്. മാക്സിമം നമുക്ക് കുറച്ചിട്ട് ഒരു 3,10 കൊടുക്കാം. 3,10 പുതിയ പേപ്പർ എടുത്തിട്ട് ടാക്സ് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ്. ഈ പ്രൈവറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ബോർഡ് മാറ്റി വെച്ചിട്ട് ചെറിയ എമൗണ്ട് 4-5 രൂപ സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആക്കി ഉപയോഗിക്കാം. CNG ഒക്കെ ഉണ്ട്. സോ മൈലേജ് ഒക്കെ നല്ലൊരു ഓപ്ഷൻ. അതെ, 89 രൂപക്ക് ടിസ്റ്റ് നാനോ വെറും 89,000 രൂപക്ക് ടിസ്റ്റ് നാനോ കൊടുക്കാൻ പറ്റും. നമുക്ക് ടിസ്റ്റ് നമുക്ക് ഡിക്കോപ്പണുള്ള മോഡലാണ്. 14 വരുന്നില്ല. ഇത് 14 മോഡൽ. 15 ഡിക്കോപ്പൺ വരുന്നത്. ടിസ്റ്റ് ആകുമ്പോൾ പവർ സ്റ്റാരിങ് കമ്പനി വരും. കമ്പനി സെൻട്രൽ ലോക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരും. ടിസ്റ്റിന് ടിസ്റ്റ് വരുന്നത് ഡിക്കി ഓപ്പൺ 15 സെഷനാണ് വരുന്നത്. 89 രൂപക്ക് കൊടുക്കാൻ പറ്റും. 89 രൂപ. റീപ്ലേസ് ആകെ 70 ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 80,000 രൂപക്ക്. ഇനി അടുത്ത ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കുഞ്ഞൻ ഇന്നോവ എന്ന് പറയാം. ഷേപ്പോണ്ട് കേട്ടോ. ഇനി അതിന് കമന്റ് അടിച്ച് ഇതെങ്ങനെയായിരുന്നു മോഡൽ? പേപ്പർ എടുത്തു കൊടുക്കാൻ പറ്റും. 2019 ലാസ്റ്റ് മോഡൽ വരുന്ന LXi ഓപ്ഷനിൽ വരുന്ന വാഹനം. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അങ്ങനത്തെ ഉള്ള ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. പുതിയ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റ് എടുത്ത് കസ്റ്റമർ കൊടുക്കാം. 1,10,000 രൂപ. 1,10 ഒരു 5 കൊല്ലത്തെ പേപ്പർ പുതിയത്. സെക്കൻഡ് ഓണർഷിപ്പ് 86,000 കിലോമീറ്റർ ഓടിയ വാഹനം. പുതിയ പേപ്പർ എടുത്തിട്ട് 1,10 കൊടുക്കാം. 1,10. നമുക്ക് ഓൾട്ടോ LXi ആണ്. 2010 മോഡൽ വണ്ടി. 10 മോഡൽ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇനി റീപ്ലേസിന്റെ കാര്യം പേടിക്കണം. റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് ഇത്.
ഇതെല്ലാം റീപ്ലേസ് ഇല്ലാത്ത വാഹനം കേട്ടോ. ഓക്കെ. KL10 വരുന്ന വണ്ടിയാണിത്. KL10AD, ഇത് KL10AF ഒക്കെ. ഈ ഒരു വാഹനം നമുക്ക് 1.20 കൊടുക്കാം. 1.20 ഫൈനൽ കൊടുക്കാൻ പറ്റും. 1.20 ഫൈനൽ റേറ്റ്. LXi 2 പുത്തൻ ടയർ ഉണ്ട്, 2 ടയർ കുറവുണ്ട്. കുറവ് പറഞ്ഞാൽ കുറവായിട്ടൊന്നുമില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ടയർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന LXi 2010 ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ LXi ആയിരുന്നു ആ വണ്ടി. അതെ, 2010 ലാസ്റ്റ് വാഹനമാണ്. ബ്ലൂ കളർ. 1.20 ഫൈനൽ റേറ്റ് ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബ്രസ് തന്നെയാണ്. നേരത്തെ നമുക്ക് ന്യൂ ഫേസ് പരിചയപ്പെട്ടു. അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ അല്ലേ? ഇത് ZXi അല്ല, ZDI പ്ലസ് ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഈ 2018 മോഡൽ, 19 ഡെലിവറി, 19 രജിസ്റ്റർ, ഡീസൽ ഓട്ടോമാറ്റിക്, 22 കിലോമീറ്റർ മൈലേജ്, 20 കിലോമീറ്റർ കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് ലോങ് ഡ്രൈവേർക്കൊക്കെ നല്ല അടിപൊളി ഓപ്ഷനാണ്. പുത്തൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 ലാസ്റ്റ് വരുന്ന വാഹനം. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ വിലയിട്ടതാണ്. 8 ലക്ഷം രൂപ കൊടുക്കാം. അപ്പൊ 50,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വാഹനമാണ്. 2018 ലാസ്റ്റ് മോഡൽ വരുന്നത്. അടുത്ത് ഒരു ഇനോവ ടൈപ്പ് 4 ആണ്. ഒറിജിനൽ കേരള വാഹനമാണ്. 15 രജിസ്റ്റർ വരുന്ന 14 മോഡൽ വരുന്ന വാഹനം. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 1.40 ഓടിയിട്ടുള്ളൂ കേട്ടോ. 1.40 ഓടിയിട്ടുള്ളൂ. 2018 മോഡൽ വരുന്ന, അല്ല 14-15 മോഡൽ വരുന്ന വാഹനം. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോള്, ടച്ച് സ്ക്രീന്, എല്ലാം അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും അലോയ് കമ്പനി ടയോട്ടന്റെ കമ്പനി അലോയ് വീൽസ്, അതായത് ക്രിസ്റ്റന്റെ വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം. ഒറിജിനൽ കേരള വാഹനമാണ്. ഒരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമായിട്ടത്. 2014-15 കേരള വാഹനം. ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 8.25 ലക്ഷം രൂപ കൊടുക്കാം. 8.25 ലക്ഷം ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാണ്. 2015 കേരള വണ്ടിന്റെ റേറ്റുകൾ അന്വേഷിച്ചാൽ മതി. 8.25 ലക്ഷം രൂപ. വില കുറവാണോ കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. വില കുറഞ്ഞിട്ടുണ്ട്. 2015 കേരള റീവണ്ടിക്ക് കൊടുക്കണം 8.25 ലക്ഷം രൂപ. ആ റേറ്റ് ലോൺ എത്ര ചെയ്യാൻ പറ്റും? 8 ലക്ഷം വരെ ലോൺ ചെയ്തു. അതെ. അടുത്ത നമുക്കൊരു ഫോർച്യൂണർ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത വാഹനമാണ്. പുതിയ എടുത്തു കൊടുക്കും കസ്റ്റമർക്ക് കേട്ടോ. KL55 വരുന്ന 5 കൊല്ലത്തെ ടാക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, എല്ലാ ഭാഗം ഫുൾ ക്ലിയർ ആക്കി നമുക്ക് ഫുൾ പേപ്പർ ക്ലിയർ. 4 വീല് വരുന്ന വാഹനം. 2,10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2.10 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ചെയ്ത വാഹനമാണ്. ടൈപ്പ് 2 മാറിയിട്ടുണ്ട്. നല്ല അത് ലോക്കൽ പണിയല്ല, ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെഡ്ലൈറ്റും പമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. മിറർ അല്ല, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ വരെ വർക്കിംഗ് ആണ്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 8,50,000 രൂപ കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 5 കൊല്ലത്ത് ഫുൾ പേപ്പറിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നു RBയിലായിരുന്നു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്.